ശ്രീ സന്ദീപ് വാര്യർ, സംസ്ഥാനം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം കോടികൾ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിന്റെ കണക്കുകളാണ് ജന ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും PR കമ്പനികളുടെ സഹായം തേടേണ്ടി വരുന്നു എന്ന് പറയുന്നത് കേരളം പോലെ സംസ്ഥാനത്തിന് അതീവ ലജ്ജാകരമാണ്. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഖലീജ് ടൈംസിനും ഒപ്പം ഇപ്പൊ ഹിന്ദുവിനും കൊടുത്ത അഭിമുഖം പൂർണ്ണമായും PR വർക്കിന്റെ സഹായത്തോടു കൂടിയായിരുന്നു എന്ന് തെളിഞ്ഞു വരുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ലജ്ജ തോന്നുന്ന സംഭവമാണ്. പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ PR വർക്കിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹം ഈ PR വർക്കിനെ ഏൽപ്പിച്ച കാര്യം കേൾക്കുമ്പോൾ തോന്നുന്നത് മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല എന്ന ഉദയനാണ് താരം എന്ന സിനിമയിലെ ഡയലോഗാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഇനി എത്ര PR വർക്ക് നടത്തിയാലും പ്രതിച്ഛായ എങ്ങനെ മെച്ചപ്പെടാനാണ്? അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രതിച്ഛായ ഒന്നും മെച്ചപ്പെടാൻ പോകുന്നില്ല. സർവ്വതരക്കാരിലെ കള്ളന്മാരാലും കൊള്ളക്കാരാലും നിറഞ്ഞിട്ടുള്ള ഈ സംസ്ഥാന ഭരണകൂടം, സംസ്ഥാന സർക്കാർ, അതിന്റെ പ്രതിച്ഛായ ഇനി വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു കഴിഞ്ഞു. കൂടെ നിൽക്കുന്നവർ തന്നെ കള്ളന്മാരാണ് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അധികാരത്തിന് ഒഴിഞ്ഞു പോവുക എന്നല്ലാതെ ഈ സർക്കാരിന് മറ്റൊരു മാർഗവും മുന്നിൽ അവശേഷിക്കുന്നില്ല. ശ്രീ സന്ദീപ് വാര്യർ, ഈ PR ഏജൻസിക്ക് പിന്നിലും ഈ CPM-ന്റെ ഉന്നത നേതാക്കളുടെ മക്കളാണ്, CPM അനുഭാവികളാണ്, നേതൃനിരയിലെ ചിലർ തന്നെയാണ് എന്നുള്ള വിശദാംശങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സുബ്രഹ്മണ്യന്റെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ വാരിക്കോരി സ്വജനപക്ഷം അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് വാരിക്കോരി നൽകുക, സ്വജനപക്ഷപാതം കൃത്യമായി നടപ്പിലാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയാണല്ലേ? നേരത്തെ തന്നെ മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്തിരുന്നത്. നേരത്തെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക്, നേരത്തെ നമുക്കറിയാം കേരള യാത്രയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ CPM-ന്റെ നേതാക്കന്മാരുടെ, സമ്പന്ന നേതാക്കന്മാരുടെ മക്കളായിരുന്നു ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അവർക്കെല്ലാം കോടിക്കണക്കിന് രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ PR വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നടക്കുന്ന നടത്തേണ്ട ടീം, അത് പൂർണ്ണമായും കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്നത് CPM സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ഉന്നതന്മാരുടെ മക്കൾ തന്നെയാണ്. അവർ രൂപീകരിച്ച കമ്പനികൾക്ക് തന്നെയാണ് വാരിക്കോരി കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സ്വന്തം മകൾക്ക് എന്തായാലും മാസപ്പടി കിട്ടുന്ന രീതിയിൽ വരുമാനം ലഭ്യമാക്കി കൊടുത്തു. മറ്റുള്ള നേതാക്കന്മാരുടെ മക്കൾക്കും പണം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ പൂർണ്ണമായും സ്വജനപക്ഷപാതത്താൽ നിറഞ്ഞിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിച്ഛായ അങ്ങേയറ്റം മോശമായി കഴിഞ്ഞു. ഇനി എത്ര വാരിപ്പൊത്തിയാലും, എത്ര വിനയം വാരിപ്പൊത്തിയാലും ഉള്ള ഫ്രോഡുകളൊക്കെ അറിയാതെ പുറത്തു വരും എന്ന് പറയുന്നത് പോലെയാണ്. ഈ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ എത്ര നന്നാക്കാൻ നോക്കിയിട്ടും ഒരു കാര്യവുമില്ല. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.